ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു പ്രോൺസ് ബിരിയാണിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതിന് റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്കിതിന് പ്രോൺസിനെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് വിനെഗറാണ് കേട്ടോ ഈ ആഡ് ചെയ്യണത്. വിനെഗറും വെള്ളവും ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഞാൻ ഈ വിനെഗറിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിനെ ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പ്രോൺസിനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 kg പ്രോൺസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോൺസിന് നല്ല മസാല പുരട്ടി ഞാനൊരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 2-3 കറിവേപ്പിലയും കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് ഒരു 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കിതിനൊരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഈ പ്രോൺസിനെല്ലാം ഞാൻ ഈ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ചെറിയൊരു ഫ്രൈ മതി കേട്ടോ. അപ്പോൾ അത് ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ഇതിനെല്ലാം നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഓൾമോസ്റ്റ് അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് വേണ്ട മസാലയൊന്ന് റെഡിയാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഒനിയൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ചിട്ട് ഒനിയൻ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 5 ഒനിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്നാവാനായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒനിയൻ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ആ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഫിഷ് ബിരിയാണി മസാലയാണ് ചേർത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ നമ്മൾ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മീറ്റ് മസാലയാണ് ആഡ് ചെയ്യണത്, അത് എനിക്ക് എൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം കൂടിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രോൺസ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. ഇനി ഞാൻ അതിനൊരു 10 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്തപ്പോൾ നമ്മുടെ മസാല നല്ല സൂപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഗീയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഗീയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം, അതായത് ഒനിയൻ, കാഷ്യൂ, റൈസിൻസ്, അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ ഒരു നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പം നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒനിയൻ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് സെയിം ഓയിലിൽ തന്നെ നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ജസ്റ്റ് അടുത്ത് നിന്നിട്ട് തന്നെ ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കാഷ്യൂ മുഴുവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസിൻസ് ഇട്ടു, അതും ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ട് സെയിം ഈ ഓയിലിൽ തന്നെ നമ്മൾ ഒനിയൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്.
പിന്നെ അതിലേക്ക് നമുക്ക് എല്ലാ സ്പൈസസും കൂടിയിട്ട് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടിയിട്ട് ഇട്ടതിന് ശേഷം ഞാനിവിടെ അരി ഓൾറെഡി കഴുകി ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നേരമൊന്നും വെക്കാറില്ല. ഞാൻ ഇങ്ങനെയാണ് ഡ്രൈ ചെയ്തെടുക്കാറ്. ഞാൻ ഇതിന് മുമ്പും വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ 30 മിനിറ്റ്സോ 1 അവർ മുമ്പോ ഒന്നും അരി വാർത്ത് വെക്കാറില്ല. അപ്പം തന്നെ ഇട്ടിട്ട് അപ്പം തന്നെ ഈ ഗ്യാസിൽ വെച്ചിട്ട് ജസ്റ്റ് വെള്ളം ഡ്രൈ ആക്കി എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ആവശ്യത്തിന് ചോറിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതിൽ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ അളന്നൊഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കറക്റ്റ് അളവിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂട് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഈ വെള്ളം ഒന്ന് വറ്റാനായിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം. അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വന്നത്. 85% വെന്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ മസാലയായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ആ മസാല എടുത്ത ആ ഒരു സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഇതിനെ ദം ചെയ്യാൻ പോണത്. ഇനി ഞാൻ കുറച്ച് കളർ ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസിൻസ്, ഒനിയന് ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ദം ഇടുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാകുമ്പോൾ പാത്രങ്ങൾക്ക് ഭയങ്കര ക്ഷാമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചും കൂടി ഈസിയസ്റ്റ് വേ ആയിരിക്കും കേട്ടോ ദം ഇടാനൊക്കെ. അപ്പം നമുക്ക് എപ്പോഴും പാത്രങ്ങളൊന്നും ഒരുപാടൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കളറ്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ആ ചോറും കൂടി ഇട്ട് ഇതിനൊന്ന് ഫില്ല് ചെയ്തു. കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില ഇട്ട് കൊടുത്ത് കളറും കൂടി ആഡ് ചെയ്ത് നമ്മളിതിനെ ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ദം ഇടാൻ എല്ലാം റെഡിയായി. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സിൽ തന്നെ നമുക്ക് നല്ല സൂപ്പർ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് അതിനെ സെർവ് ചെയ്തിട്ടുണ്ട്. സാലഡും കുറച്ച് ബീഫ് ഫ്രൈയും അച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു. അപ്പം നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.